ഗൗതമും നിധിയും അഡ്വക്കേറ്റിനെ കാണുന്നു. അവർ പറയുന്നു, CKCക്കെതിരെ ഫോർജറി കേസ് നിലനിൽക്കണമെങ്കിൽ ശക്തമായ തെളിവ് കോടതിയിൽ കാണിക്കേണ്ടിവരും. പവിത്രൻ ഇനി മൊഴി മാറ്റിപ്പറയുകയാണെങ്കിൽ കോടതി മുഖവിലക്കെടുക്കില്ല. കാരണം പല കേസുകളിലും പ്രതിയായിട്ടുള്ള, ഇപ്പോഴും ശിക്ഷ അനുഭവിക്കുന്ന ഒരു ഗുണ്ടയാണ് പവിത്രൻ. അതുകൊണ്ട് നമുക്ക് CKC ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന മറ്റൊരു തെളിവ് വേണം. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ കേസുമായി മുൻപോട്ട് പോകാമെന്ന് അഡ്വക്കേറ്റ് പറയുന്നു. അപ്പോൾ നിധി പറയുന്നു, അങ്ങനെ ഒരു തെളിവുമായിട്ട് ഞാനിനി മാഡത്തിനെ കാണാനായി വരൂ എന്ന് പറഞ്ഞ് ഗൗതമും നിധിയും പോകുന്നു. ഗൗതം അത്യാവശ്യ കാര്യത്തിനായി ഓഫീസിലേക്കും നിധി പവിത്രനെ കാണാനായി ജയിലിലേക്കുമാണ് പോകുന്നത്. ജയിലിൽ ചെന്ന് പവിത്രനെ കാണുന്ന നിധി പവിത്രനെ പുറത്തിറക്കാനും പകരം CKCയെയും ജ്യോതിർമയിയെയും ജയിലിലാക്കാനും വേണ്ടി കേസ് കൊടുക്കുന്ന കാര്യത്തിനാണ് വന്നതെന്ന് പവിത്രനോട് പറയുമ്പോൾ, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനുമെതിരെ CKC ഒന്നും ചെയ്യില്ലെന്ന് മാഡം ഉറപ്പ് തന്നാൽ ഞാൻ തന്നെ കോടതിയിൽ മൊഴി മാറ്റാം. അത് ശരിയാകില്ല പവിത്ര, കോടതിക്ക് അത് വിശ്വാസമാകില്ല. ആദ്യം പവിത്രൻ തന്നെ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ CKC ചെയ്യിച്ചതാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഞങ്ങൾ പറയിപ്പിച്ചതാണെന്ന് വരെ കോടതി കണ്ടെത്തും. അതൊന്നുമല്ല, പ്രണവിൻ്റെ ഈ കേസിൽ CKCയെ സഹായിക്കാൻ മറ്റാരെങ്കിലും അവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പവിത്രൻ പറയുന്നു, ഒരു ഡോക്ടർ പ്രണവിന് സുഖമില്ലാതെയായപ്പോൾ പരിശോധനയ്ക്കായി വന്നിട്ടുണ്ട്. അയാളുടെ അഡ്രസ്സും സ്ഥലവും അറിയാമോ എന്ന് നിധി ചോദിക്കുമ്പോൾ പവിത്രൻ എല്ലാം നിധിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ശിവാനിയുടെ അച്ഛൻ ശിവാനിയുടെ അമ്മയോട് പറയുന്നു, നിധിയും ഗൗതമും ഫോർജറി കേസ് കൊടുക്കാൻ പോകുന്നു. അങ്ങനെ വന്നാൽ CKCയും ജ്യോതിർമയും അകത്താകും. അവർ അകത്തായാൽ എനിക്കെന്താണ് എന്ന് ശിവാനിയുടെ അമ്മ ചോദിക്കുന്നു. CKC അകത്തായാൽ നിനക്കൊന്നുമില്ല, പ്രണവ് അകത്തായാലോ? എന്താ മനുഷ്യ നിങ്ങൾ ഈ പറയുന്നത്? പ്രണവ് എന്ത് തെറ്റ് ചെയ്തു? കോടതിയെ ഇല്ലാത്ത നുണ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. ഗൗതമാണ് പ്രണവിനെ തട്ടിക്കൊണ്ടു പോയതെന്ന് പറഞ്ഞു. അതങ്ങനെ തന്നെയല്ലേ? പിന്നെന്തിനാണ് പ്രണവിനെതിരെ കേസ് വരുന്നത്? ഗൗതമാണ് പ്രണവിനെ തട്ടിക്കൊണ്ടു പോയതെങ്കിൽ പിന്നെ ഗൗതം വീണ്ടും എന്തിനാണ് കേസിന് പോകുന്നതെന്ന് ശിവാനിയുടെ അച്ഛൻ ചോദിക്കുന്നു. ഗൗതമല്ല അത് ചെയ്തത്, CKCയും ജ്യോതിർമയും കൂടിയാണ് എന്ന് പ്രണവിനെ ബോധ്യപ്പെടുത്താൻ കഴിയണമെങ്കിൽ കോടതിയിൽ യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് തെളിയിക്കണം. ഇത് കേട്ട ഉടനെ ശിവാനിയോടും പ്രണവിനോടും ശിവാനിയുടെ അമ്മ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നു. പ്രണവ് പറയുന്നു, എന്നെ തട്ടിക്കൊണ്ടുപോയത് ഗൗതമല്ലേ, പിന്നെന്തിനാണ് എൻ്റെ പേരിൽ കേസ് വരുന്നത്? എന്നാൽ ശിവാനിയുടെ മുഖത്ത് ഭയമുണ്ടാകുന്നു. പ്രണവിനോട് പറയാനും പറ്റില്ല CKCയാണ് യഥാർത്ഥത്തിൽ തട്ടിക്കൊണ്ടു പോയതെന്ന്. നിധിയും ഗൗതമും കൂടി പാർവതിയമ്മയോട് കേസ് നമുക്ക് അനുകൂലമാകാൻ ഒരു തെളിവ് കൂടി കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അതാരാണെന്ന് ചോദിക്കുമ്പോൾ പ്രണവിനെ ചികിത്സിക്കാൻ CKC കൊണ്ടുവന്ന ഒരു ഡോക്ടറാണെന്ന് പറയുന്നു. അയാൾ നടന്ന സത്യാവസ്ഥ കോടതിയിൽ പറയുമോ? അതറിയില്ല, ശ്രമിച്ചു നോക്കാമെന്ന് നിധി പറയുന്നു. ഇതൊക്കെ വസുന്ധര ഒളിഞ്ഞു കേൾക്കുന്നത് പാർവതിയമ്മ കാണുന്നു. ഉടനെ CKCയെ വിവരമറിയിക്കുന്നു. CKC കേട്ട ഉടനെ ഡോക്ടറെ കാണാൻ അയാളുടെ ക്ലിനിക്കിൽ വരുന്നു. നിധിയും ഗൗതമും ഡോക്ടറുടെ അടുത്ത് എത്തുന്നതിന് മുൻപ് തന്നെ CKC എവിടെ വന്ന് ഡോക്ടറോട് നിധിയും ഗൗതമും അങ്ങോട്ട് വരുന്നുണ്ടെന്നും ഒന്നും തന്നെ അവരോട് പറയരുതെന്നും പറയുന്നു. അതനുസരിച്ച് അയാൾ CKCയെയും പ്രണവിനെയും ഒന്നും അറിയില്ലെന്ന് പറയുന്നു. എന്നാൽ നിധി ഹാൻഡ് ബാഗിൻ്റെ താഴെയായി ഒരു ക്യാമറ പിടിപ്പിക്കുന്നു. അതിലെല്ലാം റെക്കോർഡ് ചെയ്യുന്നു. ഡോക്ടർ ഒന്നും പറയാതെ ആയപ്പോൾ ബാഗ് അവിടെ മറന്നുവെച്ച് നിധിയും ഗൗതമും പോകുന്നു. അവർ പോകുന്ന സമയം അകത്തൊളിച്ചിരുന്ന CKC പുറത്തേക്ക് വരുന്നു. പിന്നെ അന്ന് നടന്ന സംഭവങ്ങൾ CKCയും ഡോക്ടറും പറയുന്നത് മുഴുവൻ റെക്കോർഡാകുന്നു. ബാഗ് എടുക്കാൻ തിരിച്ചു വരുന്ന നിധിയെയും ഗൗതമിനെയും കണ്ട് CKC ആകെ വിയർക്കുന്നു. നിങ്ങൾ പറഞ്ഞതൊന്നും ഞങ്ങൾ കേട്ടില്ല എന്ന് പറഞ്ഞ് ഗൗതമും നിധിയും പോകുന്നു. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.